ഞാൻ ഈ കൈ പിടിച്ചോണ്ട് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് നിങ്ങൾക്ക്. അവക്കാട പോലെയൊക്കെ ഉണ്ടല്ലോ, പക്ഷേ ഇത് അവക്കാട ഒന്നും അല്ലാട്ടെ, ഇത് മാങ്ങയാണ്. ഇന്നലെ വൈകിട്ട് ഞാനും വിഷ്ണു കൂടെ കടയിലോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കാൻ നേരത്ത് ഒരു കടയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡിസ്പ്ലേ കണ്ടപ്പോഴേ ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് അവിടെ കയറാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച അച്ചാറിടാൻ കണക്കാക്കി വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത്. ആ മാമനോട് ചോദിച്ചപ്പോഴത്തേ മാമൻ അച്ചാറൊക്കെ ഇടാൻ നല്ലതാണെന്ന് പറഞ്ഞു. പക്ഷേ സംഭവം കഴിക്കാൻ വേണ്ടി മാത്രമേ കൊള്ളാവൂ കേട്ടോ, നല്ല മധുരമുള്ളതായിരുന്നു. 2 മാങ്ങയും കൂടെ 50 രൂപ മാത്രമേ ആയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും അച്ചാറൊക്കെ ഇടാമെന്നാണ്. ഇനിയിപ്പോൾ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തോണ്ട് വന്നിരിക്കുകയാണ്. ഈ പച്ചം പോലെ ഇരിക്കുന്നതിൽ ശകലം പഴുത്തതുണ്ടല്ലോ, അത് കഴിക്കാൻ പരുവുള്ളത് എനിക്കിഷ്ടം. പക്ഷേ ഇത് കുറച്ചും കൂടെ ഒന്ന് പഴുത്ത് പോയി കേട്ടോ, ശകലം അകത്ത് പഴുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ദേവൂട്ടീനെ വിട്ട് കുറച്ച് ഉപ്പും കൂടെ വാങ്ങിപ്പിച്ചു. ഉപ്പും കൂടെ എടുത്തിട്ട് ഇനിയിപ്പോൾ അതും കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അകത്തോട്ട് താഴോട്ട് വരുമ്പോഴത്തെ ഇച്ചിരി ഒന്ന് പഴുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ദേവൂട്ടിക്ക് കൊടുത്തപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അവളും കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കയ്പ്പെന്ന് പറഞ്ഞിട്ട്, കയ്പ്പൊന്നും ഇല്ല കേട്ടോ, നല്ല മധുരം ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു കയ്പ്പെന്ന്. പക്ഷേ എന്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എന്ത് മാങ്ങയാണെന്ന് അറിയില്ല.